ഏജിസ് ടൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമണായി എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സ്പാം ഇമെയിൽ. നമ്മളുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് സെക്ഷനിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്പാം ഇമെയിലാണിത്. സോ ഇതിൽ സബ്ജക്റ്റായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സ്പാം മെയിൽ വന്നാൽ എങ്ങനെ സെക്യൂറായി അതിനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. സോ നമുക്ക് നോക്കാം. 2 വന്നിരിക്കുന്നത് അക്കൗണ്ട്സ് അറ്റ് ഏജിസ് ടൈം എന്ന് പറയുന്ന നമ്മളുടെ ഒഫീഷ്യൽ അക്കൗണ്ട്സ് മെയിൽ ഐഡിയിലേക്കാണ്. ഫ്രം എന്നുള്ളത് അക്കൗണ്ട്സ് അഡ്മിൻ ഹെൽപ്പ് ഡെസ്ക് മെയിൽ ബോക്സ് എന്നാണ് അവരതിൽ വെച്ചിരിക്കുന്നത്. സോ അതൊരു ഫേക്ക് നെയിമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്ലുക്കാണ്. ഔട്ട്ലുക്കിൽ ഇങ്ങനെ ഒരു മെയിൽ വരികയാണെങ്കിൽ ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യരുത്. നിങ്ങൾ ആദ്യമേ നമുക്ക് നോക്കേണ്ടത് ഈ മെയിൽ ഏത് മെയിൽ അഡ്രസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫീസ് 365ൻ്റെ ഇമെയിൽ സർവീസാണ്. സോ നമുക്ക് ഈ മെയിൽ അയക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ കമ്പനിയുടെ IT അഡ്മിൻ, നിങ്ങളുടെ കമ്പനിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ IT ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ IT അഡ്മിനാണ് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞൊരു മെയിൽ അയക്കേണ്ടത്. അത് അല്ല എങ്കിൽ മെയിൽ വെണ്ടർ, ഇപ്പോൾ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിൻ്റെ ഒഫീഷ്യൽ മെയിൽ ചെയ്യുന്നു, ഓഫീസ് 365 ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സിൽ നിന്നുമാണ് നമുക്കിങ്ങനൊരു സസ്പെൻഷൻ നോട്ടീസ് വരേണ്ടത്. സോ ഈ അക്കൗണ്ട് അഡ്മിൻ എന്നുള്ള ഈ മെയിലിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻഡ് ഇമെയിൽ എന്നുള്ളത് നമുക്ക് യാതൊരു പരിചയവും, നമ്മുടെ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. സോ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് എവിടെ നിന്നാണ് ഈ ഇമെയിൽ വന്നിരിക്കുന്നത് നോക്കാം. സോ ഈ ഇമെയിലിനെ നമ്മൾ തിരിച്ച് കോൺടാക്റ്റ് ചെയ്താൽ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകണം എന്നില്ല. കാരണം അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയ ഒരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും. സോ ഓൾറെഡി സ്പാം പാസ്വേഡ് ലീക്ക് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് അവർ സ്പാം അയക്കുന്നത്. ഹാക്കേഴ്സ് ഒരിക്കലും, അല്ലെങ്കിൽ ഫിഷ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവരുടെ ഒഫീഷ്യൽ മെയിൽ അഡ്രസ്സുകളോ അവരുടെ പേഴ്സണൽ മെയിൽ അഡ്രസ്സുകളോ ഉപയോഗിക്കാറില്ല. ഇതുപോലെയുള്ള ഓൾറെഡി പാസ്വേഡ് ലീക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാണിംഗ് എന്ന് പറയുന്നത് ഏജിസ് ടൈം സൊല്യൂഷൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ട് സസ്പെൻഡ് ആകാൻ പോവാണ്. സോ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾക്ക് താങ്കളുടെ ഇമെയിൽ അഡ്രസ്സ് സസ്പെൻഡ് ആകാൻ പോവുകയാണെന്നും ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അവർ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യും. അതിലൂടെ അവർ ഏതെങ്കിലും അൺവാണ്ടഡ് URL ക്ലിക്ക് ചെയ്യുകയും ആ URL ഒരു പേലോഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. സോ നമുക്കിതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഫ്രം ഇമെയിൽ അഡ്രസ്സ്. സോ ഇനി നിങ്ങൾക്കൊരു പരിചയമുള്ള ഇമെയിലിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ മറ്റ് മീഡിയ ഉപയോഗിച്ചോ അവരെ കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനൊരു മെയിൽ നിങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും സെക്യൂറായ വഴി. സോ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് പരിചയമില്ല. സോ ഇത് നമ്മളൊരു 50% സ്പാമായിട്ട് തന്നെ ഇപ്പോൾ കാണുകയാണ്. ഇനി ഇതിലുള്ള ഫയൽ, ഇതിലുള്ള ഫയൽ ഒരിക്കലും ഡയറക്റ്റ് ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യില്ല. കാരണം വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് സർഫ് ഏറ്റവും കൂടുതലുള്ളത് വിൻഡോസ് സിസ്റ്റമാണ്. കാരണം എളുപ്പം അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകും. നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ് കോപ്പി ചെയ്യുന്നു. ഞാൻ ഐസൊലേറ്റ് ആയിട്ട് ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാളി ലിനക്സിൻ്റെ നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഞാൻ അതിലേക്ക് അത് പേസ്റ്റ് ചെയ്യുകയാണ് വന്നിരിക്കുന്ന ഫയൽ. സോ ഇവിടെ വന്നു. സോ ഞാൻ ഡയറക്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഫയൽ ഞാൻ ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഒരു PDF ഫയൽ തന്നെയായിരുന്നു. അത് EXE ഫയലൊന്നുമല്ല, PDF ഫയലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡബിൾ ക്ലിക്കിൽ ഒന്നും അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. സോ ഇനി അതിലുള്ള വാർണിംഗ് മെസ്സേജ് നമുക്ക് വായിക്കാം. വാർണിംഗിൽ അവർ പറയുന്നത് ഇമെയിൽ ഡീആക്ടിവേഷൻ ഫൈനൽ നോട്ടീസ്. അതായത് ഈ ഇമെയിൽ ഡീആക്ടിവേറ്റ് ആകുമ്പോൾ ഫൈനൽ നോട്ടീസാണ് ഇനി വേണ്ടത് ചെയ്തോണം എന്നത്. അപ്ഡേറ്റ് ബിലോ ടു സ്റ്റേ ആക്റ്റീവ്. സോ അവർ പറയുന്നത് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എക്സ്പയർ ആയിട്ടുണ്ട്, ഇമെയിൽ അക്കൗണ്ട് ഔട്ട്ഡേറ്റഡ് ആണ്. സോ ചെയ്യേണ്ടത് ബിലോയിലുള്ള താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. സോ ഈ URL നിങ്ങൾ ഇൻ കേസ് ആക്സിഡൻ്റലി നിങ്ങൾ PDF നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരിക്കലും ഒരു ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ സെക്യൂറായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാമെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ അതിലുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ലിങ്കിൽ ഈ PDF ഫയലുള്ള ലിങ്ക് ഞാൻ കോപ്പി എടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നൊരു വെബ്സൈറ്റാണ് virus.in. സോ ഞാൻ ഈ കാളി ലിനക്സ്, ഈ ഐസൊലേറ്റഡ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്.
വൈറസ് ടോട്ടൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിൻഡോസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഗൂഗിൾ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ആയി വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ വൈറസ് ടോട്ടൽ എന്ന് സെർച്ച് ചെയ്യാം. സോ ആക്ച്വലി ഇതൊരു വിർച്വൽ എൻവയോൺമെൻറ്റിൽ ഓടുന്ന സിസ്റ്റമാണ്, ഡയറക്റ്റ് സിസ്റ്റം അല്ല. വൈറസ് ടോട്ടൽ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വൈറസ് ടോട്ടൽ ജസ്റ്റ് ഗൂഗിളിൽ വൈറസ് ടോട്ടൽ സെർച്ച് ചെയ്യുക. ഹോം ബട്ടൺ ഓപ്പൺ ചെയ്യുക. വൈറസ് ടോട്ടൽ ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ള ഓപ്ഷൻസ് ഞാൻ ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് URL ഇൻസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സോ ഞാൻ ആദ്യം URL ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഞാൻ ആ PDF ആ വന്ന അറ്റാച്ച്മെൻറ്റിൽ വന്ന URL ഞാൻ കോപ്പി ചെയ്തെടുത്തു. ദെൻ ഞാൻ വൈറസ് ടോട്ടൽ എന്ന് പറയുന്നത് വേൾഡ് വൈഡുള്ള എല്ലാ സൈബർ സെക്യൂരിറ്റി നോട്ട് ഓൺലി സൈബർ സെക്യൂരിറ്റി പ്രൊഡക്റ്റ് വിൽക്കുന്ന എല്ലാ വെൻഡേഴ്സിൻ്റെ ഡാറ്റാബേസിലേക്ക് അവർ ഈ റിക്വസ്റ്റ് അയക്കുകയും ആരൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വെൻഡേഴ്സാണ് ഇതിനെ സ്പാമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ 95ഓളം വെൻഡേഴ്സ് ഉണ്ട്. അതിൽ 6 വെൻഡേഴ്സ് ഇതിനെ ഫിഷിംഗ് എന്ന് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വെബ് റൂട്ട്, സോഫോസ്, ഫോർട്ടിനെറ്റ്. അപ്പോൾ ലീഡിങ് ബ്രാൻഡുകളെല്ലാം ഇതിനെ ഒരു ഫിഷിംഗ് സൈറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്കൊരു അൺനോൺ മെയിലിൽ നിന്ന് ഒരു മെയിൽ വരുന്നു, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഇത് സ്പാം ആണോ നമ്മൾ ഉറപ്പിക്കുന്നില്ല. 50% പറഞ്ഞുള്ളൂ. ഇപ്പോൾ നമുക്കൊരു 40%, നമുക്കൊരു 99% നമുക്കിത് ഒരു സ്പാം മെയിലായിട്ട് തന്നെ കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആ ഫയലും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ വീണ്ടും ഞാൻ വൈറസ് ടോട്ടലിൽ പോകുന്നു, ഫയൽ ഓപ്ഷൻ എടുക്കുന്നു, ചൂസ് ഫയൽ കൊടുക്കുന്നു, ദെൻ ഡെസ്ക്ടോപ്പിലാണ് എൻ്റെ ഫയലുള്ളത്. ഓഫീസ് 365 ആ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സെയിം. അപ്പോൾ നേരത്തെ ഫിഷിംഗ് എന്ന് മാത്രമേ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അവർക്ക് PDF ഫിഷിംഗ് എന്നുകൂടി അവർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ വന്നിരിക്കുന്ന അക്കൗണ്ട്സ് നമ്മുടെ ഓഫീസിലെ accounts@agestime.com എന്ന് പറയുന്ന ഒഫീഷ്യൽ ഇമെയിലിലേക്ക് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് സസ്പെൻഡ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ വരികയും അത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾക്കാണ് ഇത് വരുന്നതെങ്കിൽ അവർ തീർച്ചയായും ആ മെയിൽ ഓപ്പൺ ചെയ്യുകയും അക്കൗണ്ട് വീണ്ടും ആക്റ്റീവായി പ്രവർത്തിക്കാൻ വേണ്ടി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. സോ നമുക്കൊരു കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ആ ലിങ്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ക്ലിക്ക് ചെയ്ത ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റർ അടിക്കുന്നു. നോർമലി ഇപ്പോൾ ഈ ഡൊമൈൻ ഓൾറെഡി ഡൗൺ ആയി കാണും. കാരണം സോഫോസ്, ഫോർട്ടിനെറ്റ് പോലുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള ലീഡിങ് ബ്രാൻഡുകൾ ഇത് ഓൾറെഡി ഫിഷിംഗ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഡൊമൈൻ ഒരു സ്പാം ജനറേറ്റ് ചെയ്യുന്ന ഡൊമൈനായിട്ട് അവർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ്ഡ് ഡൊമൈനായിട്ട് അവർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ISP ലെവലിൽ ഇപ്പോൾ ഈ ഡൊമൈൻ ഓൾറെഡി ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. സോ ഒന്നും സംഭവിക്കുന്നില്ല. നോർമലി അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കേണ്ടത് ഒന്നെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ ഒരു പേലോഡ്, ഒരു ചെറിയൊരു വൈറസിൻ്റെ ഒരു ഇൻഫെക്റ്റ് ആയ ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും. അത് 1 MB താഴെ ആയിരിക്കും. മാക്സിമം ഒരു 500 KB കാണും. ഒരു ചെറിയ സ്ക്രിപ്റ്റ് ആയിരിക്കും അത്. കാരണം ആ ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം അത് അതിൻ്റെ കമാൻഡ് കൺട്രോൾ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഇൻഫെക്ഷനും കാര്യങ്ങളും വരിക. സോ അതിനെക്കുറിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പാം ഇമെയിൽ അഡ്രസ്സ്, ഒരു സ്പാം മെയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ വൈറസ് ടോട്ടൽ പോലുള്ള ടൂൾ ഉപയോഗിച്ച് അതിനെ വെരിഫൈ ചെയ്യണം. ഇനി ഇൻ കേസ് വൈറസ് ടോട്ടലിൽ നിങ്ങൾ യാതൊരുവിധ ഡിറ്റക്ഷനും കാണുന്നില്ല, പക്ഷേ നിങ്ങൾക്കിത് തീർച്ചയായും ഒരു സ്പാം മെയിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആൻറ്റിവൈറസ് പ്രൊഡക്റ്റ് ആണോ ഉപയോഗിക്കുന്നത്, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഫോർട്ടിനെറ്റിൻ്റെ ആയിരിക്കാം, സോഫോസ് ആയിരിക്കാം, കാസ്പർസ്കി ആയിരിക്കാം, ട്രെൻഡ് മൈക്രോ ആയിരിക്കാം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണോ അവിടെ ഫയൽ സബ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സാമ്പിൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ PDF ഫയൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ സാൻഡ് ബോക്സിംഗ് പോലുള്ള ടെക്നോളജിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് അതിൻ്റെ അത് ഇൻഫെക്റ്റഡ് ആണ് എങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് മെയിൽ വരികയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.